കഴിഞ്ഞ ആഴ്ചയാണ് ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കളായ വൈദികർ ഒരുമിച്ച് ചേർന്ന് മലയാറ്റൂർ മല കയറാനായിട്ട് പോയത്. കുറച്ച് പേരേ ഉള്ളൂ. ആദ്യത്തെ സ്റ്റേഷൻ കഴിഞ്ഞ് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നു. രണ്ടാമത്തെ സ്റ്റേഷനായപ്പോഴേക്കും മറ്റൊരു കുടുംബത്തിൻ്റെ ഒപ്പമാണ് ആ സ്റ്റേഷനിൽ എത്തിയത്. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന സമയമായപ്പോഴേക്കും അവർ പ്രാർത്ഥിച്ചു തുടങ്ങി. പിന്നീട് ബാക്കിയുള്ള സ്റ്റേഷനിലേക്ക് പോയപ്പോഴൊക്കെ അവരുടെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ പോയത്. അവസാന ഭാഗം എത്തുന്നത് വരെയും ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഒരു ആത്മീയ കൂട്ടായ്മയിൽ മുൻപോട്ട് പോയി. പരസ്പര പരിചയമില്ല. മലയാറ്റൂർ മല മുടിയിലെത്തിയപ്പോൾ പ്രാർത്ഥന പൂർത്തിയാക്കി അവർ അവരുടെ വഴിക്ക് പോയി, ഞങ്ങൾ ഞങ്ങളുടെ വഴിക്കും പോന്നു. മലമുകളിലിരിക്കുമ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, ഒട്ടും പരിചയമില്ലാത്ത ആളുകൾക്ക് പോലും ഒരുമിപ്പിക്കുന്ന ചില ഘടകങ്ങൾ ഉണ്ടാകുമ്പോൾ മുൻപോട്ട് പോകാൻ എളുപ്പമാണ്. മലയാറ്റൂർ മലയിൽ വെച്ച് കാണുന്നത് പ്രാർത്ഥിക്കുന്ന ഒരു ഘടകമാണ്, ഒരുമിപ്പിക്കുന്ന ഒരു ഘടകം. അത് രണ്ടു കൂട്ടർക്കും നല്ലതാണ്. നോമ്പ് കാലത്ത് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു ആത്മീയ വിഷയമായി അതിനെ ഒന്ന് രൂപപ്പെടുത്തണമെന്ന് ഞാൻ വിചാരിക്കുകയായിരുന്നു. നമുക്ക് ഒരുപാട് തരം സുഹൃത്തുക്കളുണ്ട്, നമ്മൾ ഇടപെടുന്ന മനുഷ്യരുണ്ട്. ഒരുപക്ഷെ അവരുടെ ഗുണം, അവരുടെ സ്വഭാവം, അവരുടെ രീതികൾ അതൊക്കെ നമ്മെ കാര്യമായി സ്വാധീനിക്കുന്നുണ്ട്. നല്ല സുഹൃത്തുക്കളാണെങ്കിൽ നല്ല സ്വാധീനമായിരിക്കും, മോശം സുഹൃത്തുക്കളാണെങ്കിൽ മോശം സ്വാധീനവും. ഇപ്പോഴുള്ള നമ്മുടെ പരിസരങ്ങളെ ഒന്നുകൂടി ഗൗരവത്തിൽ പരിശോധിക്കേണ്ടതാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തെ വളർത്തുന്ന സാഹചര്യങ്ങൾ നമുക്കുണ്ടോ? നമ്മെ കുറച്ചുകൂടി ആത്മീയമായി ഉറപ്പുള്ള മനുഷ്യരാക്കി മാറ്റുന്ന ഘടകങ്ങളാണോ നമുക്കുള്ളത്? ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇതിനെ സംബന്ധിക്കുന്ന ഒരു ധ്യാനവിചാരം തെളിയുന്നുണ്ട്. രാജാവ് സെദക്കിയ, അദ്ദേഹത്തിന് സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെതായ കൂട്ടുകാരുണ്ട്, സംഘാംഗങ്ങൾ എന്ന് പറയാമല്ലോ. അവർ വന്ന് രാജാവിൻ്റെ അടുത്ത് ഉപദേശം കൊടുക്കും, ജെറമ്യ അപകടകാരിയാണ്, അയാളെ കൊല്ലണം. കുറച്ച് സമയം കഴിയുമ്പോൾ ഈ ഉപദേശങ്ങൾക്ക് വിധേയനായി രാജാവ് തീരുമാനമെടുക്കും, ജെറമ്യ പ്രവാചകനെ പൊട്ടക്കിണറ്റിലെറിയും. ഒരുതരം സുഹൃത്തുക്കളുടെ സ്വാധീനമാണ്. അവർ പോയി അവരുടെ ലക്ഷ്യം പൂർത്തിയാക്കിയല്ലോ. കുറച്ച് കഴിയുമ്പോഴാണ് മറ്റൊരാൾ, രാജ അങ്കണത്തിലുള്ള കുറച്ചുകൂടി നീതിമാനായ ഒരാൾ മുൻപോട്ട് വരും. അയാൾ വന്ന് രാജാവിനോട് പറയും, ജെറമ്യ പ്രവാചകനാണ്, അയാളെ രക്ഷിക്കണം. അപ്പോൾ രാജാവ് അഭിപ്രായം മാറ്റും, ആ മനുഷ്യനെ ജെറമ്യയെ രക്ഷിക്കാനായിട്ട് വിടും. ഈ രണ്ട് സാഹചര്യങ്ങളെ ഒന്ന് പരിശോധിക്കുക. രാജാവ് നല്ലവനോ മോശക്കാരനോ എന്നതിനേക്കാൾ കൂടുതൽ അയാൾക്ക് കൂടെയുള്ള സുഹൃത്തുക്കൾ അയാളുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നു എന്നതാണ് പ്രധാനം. നമ്മുടെ ആത്മീയ ജീവിതം പലപ്പോഴും ഒക്കെ വളരെ സാധാരണ രീതിയിൽ പോകാൻ സാധ്യതയുണ്ട്. അതിനെ മെച്ചപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അതിന് ചേരുന്ന തരത്തിലുള്ള ആളുകളുമായി ഇടപെടണം, സംവദിക്കണം. നല്ല പുസ്തകങ്ങൾ വായിക്കുന്നതിനൊരു വഴിയാണ്. ആത്മീയ വെളിച്ചമുള്ള മനുഷ്യരുമായിട്ട് ഇടപെടുന്നത് മറ്റൊരു വഴിയാണ്. ഇപ്പോഴുള്ളതുപോലെ പോകാൻ ഇപ്പോഴുള്ള സാഹചര്യങ്ങൾ മതി. കാര്യങ്ങൾ മെച്ചപ്പെടണമെങ്കിലോ കുറച്ചുകൂടി വെളിച്ചമുള്ള വ്യക്തികളും സാഹചര്യങ്ങളുമായി ഇടപഴകണം. നോമ്പിൻ്റെ അവസാന ആഴ്ചകളിലെത്തി. ഇനിയിപ്പോൾ ഒരാഴ്ച കൂടിയൊക്കെ കഴിഞ്ഞാൽ വലിയ ആഴ്ചയായി. ജീവിതത്തെ ഗുണപരമായി മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങളെ, ഇടപെടുന്ന വ്യക്തികളെ ഒക്കെ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവരിൽ നിന്ന് നമ്മുടെ ജീവിതത്തെ മാറ്റം വരുത്തുന്ന കാര്യങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്. നോമ്പിൻ്റെ ഈ അവസാന ആഴ്ചകളിൽ നമ്മുടെ ധ്യാന വിഷയമായി ഈ ഒരു ചിന്തയുണ്ടാവട്ടെ. നമ്മുടെ പരിസരങ്ങളെ കുറച്ചുകൂടി ഗുണപരമായി മാറ്റേണ്ടതുണ്ടോ?